ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും ഇന്നും കനത്ത മഴയ്ക്കാണ് സാധ്യത. പുതുച്ചേരി, കടലൂർ, വിഴുപ്പുറം എന്നിവിടങ്ങളിൽ മഴ തുടരുകയാണ്. വീടുകളിലും ആശുപത്രികളിലും വെള്ളം കയറി. മഴക്കെടുതിയിൽ മരണം 9 ആയിട്ടുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. തമിഴ്നാട്, ആന്ധ്ര, പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും പുതുച്ചേരിയിലും കാരയ്ക്കലിലും ഓറഞ്ച് അലർട്ട്. ചെന്നൈയിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട്. 2500-ലേറെ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. സബർമൻ ട്രെയിനുകൾ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് സർവീസ് നിർത്തി. തീരദേശ ആന്ധ്രയിലും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കടലിൽ ഇറങ്ങുന്നതിന് വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് 7 പേരെ കാണാതായി. 3 വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിൽ അകപ്പെട്ടു. അണ്ണാമലയാർ മലയുടെ താഴെയുള്ള വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പുതുച്ചേരിയിൽ 30 വർഷത്തിനിടെ ഏറ്റവും ശക്തമായ മഴയാണ് പെയ്യുന്നത്. പലയിടത്തും മരങ്ങൾ വീണ് വൈദ്യുതി നിലച്ച അവസ്ഥയാണ്. ശക്തമായ കാറ്റിലും മഴയിലും ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്താൻ ശ്രമിച്ച ഇൻഡിഗോ വിമാനത്തിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ലാൻഡ് ചെയ്യുന്നതിനിടെ ആടിയുലഞ്ഞ വിമാനം പെട്ടെന്ന് പറന്നു പൊങ്ങി. ഇരുവശങ്ങളിൽ നിന്നും കാറ്റ് വീശിയതാണ് അപകടാവസ്ഥയുണ്ടാക്കിയത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.